അപ്പം ലവ് എന്ന് ടീനേജിൽ പറയുമ്പോൾ വരുന്നൊരു ഫീൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രഷൊക്കെ ഉണ്ടാവും നമുക്ക്. ആർക്കെങ്കിലും ഇവിടെ ക്രഷ് ഉണ്ടാ? നിങ്ങൾ കൈ പൊക്കൂലെന്ന് അറിയാം, പക്ഷെ എനിക്കുണ്ടായിരുന്നു, ഉപ്പല്ല കേട്ടോ, ആ പ്രായത്തിൽ, നിങ്ങളെ പ്രായത്തിൽ. അങ്ങനെ സ്കൂളിലൊക്കെ ഇങ്ങനെ ഫുൾ ടൈം ആ ആളെക്കുറിച്ച് ആലോചിച്ചിരിക്കുക, വെറുതെ ആലോചിച്ചിരിക്കുക. ഓനും പോയി വേറെ കെട്ടി, ഞാനും പോയി വേറെ കെട്ടി. ആലോചിച്ചിരുന്നത് വേസ്റ്റായി അല്ലേ? നമ്മൾ ഈ വൈ ദാറ്റ് അട്രാക്ഷൻ ഹാപ്പൻസ്, ഇത് നോർമലാണ് കേട്ടോ. ഒരു അട്രാക്ഷൻ തോന്നുന്നത്, ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷൻ തോന്നുന്നത്, ഇറ്റ്സ് വെരി നോർമൽ. അതൊരു ഭയങ്കര പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ എന്നോടൊരു 18 വയസ്സായ കുട്ടി കഴിഞ്ഞ ദിവസം കൗൺസിലിങ്ങിന് വേണ്ടി വന്നപ്പോൾ ഭയങ്കര കരച്ചിൽ. അവൾക്ക് ലവ് ഫെയിലിയർ ആയിത്രേ. ഇനി സൂയിസൈഡ് അല്ലാണ്ട് അവളുടെ മുന്നിൽ ഒന്നും കാണാനില്ല, കാരണം അവളുടെ ഹാർട്ട് ഇങ്ങനെ പൊളിഞ്ഞു പോയി എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ പൊട്ടിയിത്രേ. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ഇതിനെയും കാട്ടി പൊളിഞ്ഞ ഹാർട്ടുള്ള ആളായിരുന്നു ഞാൻ. ഇപ്പോൾ നിൽക്കണം നിപ്പോക്ക്. നമുക്ക് ലൈഫിൽ ഫെയിലിയേഴ്സ് വരുമ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്തുകൊണ്ടാണ് അവിടെ ഒരു വിഷമം വരുന്നത്? എന്നെ ഒരാൾ റിജക്റ്റ് ചെയ്തു എന്നുള്ള തോന്നൽ. ആ റിജക്ഷൻ വന്നാൽ മാത്രമാണ് നിങ്ങളുടെ ലൈഫിലുള്ള റൈറ്റ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ട്രൂ ലവ് 14-ാമത്തെ വയസ്സിൽ വരൂല മക്കളെ. അട്രാക്ഷനൊക്കെ തോന്നാം, ദർ ഇസ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. പക്ഷെ ഞാൻ എപ്പോഴും പറയും, 23 വയസ്സ് കഴിഞ്ഞിട്ടും ആ ട്രൂ ലവ് ഉണ്ടെങ്കിൽ പ്രൊസീഡ്. അല്ലാതെ 18 വയസ്സ് കഴിയുമ്പോഴത്തേനും ചാടിപ്പോയി അവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചർ കഴിഞ്ഞു. ലവ് ഈസ് എ ട്രൂ ഫീലിംഗ്. ഈ ട്രൂ ലവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി അയാളുടെ ജീവിതത്തിലെ ബെസ്റ്റ് ആവണമെന്ന് ആഗ്രഹിക്കണം എന്നാണ് ട്രൂ ലവ്. അല്ലാതെ ഞാൻ ഒരാളെ സ്നേഹിച്ചു, അതെൻ്റെ മാത്രം ആവണം, അതായിട്ട് നമുക്ക് ജീവിക്കാം, നമുക്ക് കൂലിപ്പണി എടുത്തിട്ട് വേണമെങ്കിൽ ജീവിക്കാം കാക്കാന്ന് പറയണതല്ല ട്രൂ ലവ്. നിങ്ങളുടെ പൊട്ടൻഷ്യലിൻ്റെ ബെസ്റ്റിലെത്തി നിങ്ങളൊരു കരിയർ ഡെവലപ്പ് ചെയ്തതിന് ശേഷം കാണുന്നതാണ് ട്രൂ ലവ്. ഇതൊരു ടോപ്പിക്കായിട്ട് തന്നെ ഇപ്പോൾ വരാനുള്ള കാരണം എന്താണെന്ന് അറിയോ? നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഫുൾ ട്രൂ ലവാ. നിങ്ങൾ ആരും മുഖം പോലും ഇടണ്ട, എന്നാലും നിങ്ങൾക്ക് മെസ്സേജ് വരും, ഐ ലവ് യു സോ മച്ച്. ഇത് കണ്ട് പലപ്പോഴും നമ്മൾ ഈ അയക്കണോന്നില്ലേ, 5 ആൾക്കാർക്ക് അയക്കണത് യു ആർ ദി ഓൺലി ലവ് ഓഫ് മൈ ലൈഫ് എന്ന്. ഓനിങ്ങനെ അടിച്ചു നോക്കും ഏതെങ്കിലും ഒന്ന് ക്ലിക്കാവുമോന്ന്. 2 ക്ലിക്കായോ 2 മെയിൻറ്റെയിൻ ചെയ്യും. നമ്മളുടെ ലൈഫും ടൈമുമാണ് ഇതിന് പലപ്പോഴും പോണത്. ഇങ്ങനത്തെ ഒരു ഫെയിലിയറും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ട്രോമ ഒക്കെ കഴിയുമ്പോൾ ഒരു കുട്ടിക്ക് പിന്നെ അവളുടെ കോൺഫിഡൻസ് ലെവൽ ഇല്ലാണ്ടാവും. ഫസ്റ്റ് ട്രൂ ലവ് നിങ്ങൾക്ക് തോന്നേണ്ടത് നിങ്ങളോടാണ്. നമ്മളെപ്പോഴും മറ്റൊരാൾ ഐ ലവ് യു പറയാനാ കാത്തിക്കണത് അല്ലേ? നമുക്കെപ്പോഴും ഇപ്പോൾ ഉമ്മ ആയിക്കോട്ടെ വാപ്പ ആയിക്കോട്ടെ, എന്താ ഇന്ന മാത്രം നല്ലതാന്ന് പറഞ്ഞില്ല, നിങ്ങൾക്ക് പോയി കണ്ണാടി നോക്കി പറഞ്ഞൂടെ ഞാൻ അടിപൊളിയാന്ന്. നിങ്ങൾക്ക് ആർക്കും ഒന്നും ഇഷ്ടമായില്ലെങ്കിൽ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അത് കോൺഫിഡൻസ് ആണ്. അത് പെട്ടെന്നൊന്നും വരൂല കേട്ടോ. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഭയങ്കര ലോ കോൺഫിഡൻസ് ഉള്ള, നിങ്ങളൊന്നും ഉപദേശിക്കാനൊന്നും ഒരു ഇതുമില്ല. കാരണം ഞാനിരിക്കുകയാണെങ്കിൽ ആദ്യം അവിടെ പോയിരുന്നിരുന്നത് എൻ്റെ ഫസ്റ്റിൽ, നിങ്ങളെ പ്രായത്തിൽ. കാരണം ഇന്നോടെങ്ങാനും ചോദ്യം ചോദിക്കുമോ, വെറുതെ എന്തിനാ അവരിൻ്റെ മുഖം കാണുന്നത് എന്ന് വിചാരിച്ചിട്ട് അത്രയും ലോ കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു റിയലൈസേഷനാണത്. ഞാൻ എന്നെക്കുറിച്ച് എന്ത് വിശ്വസിക്കുന്നോ, വിചാരിക്കുന്നോ, ട്രൈ ചെയ്യുന്നോ, അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വരാൻ പോണത്.